അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അന്ന് സമീറ ളുഹർ നിസ്കരിക്കുവാൻ വേണ്ടി അതാ ആ ചായ്പിലേക്ക് തന്നെ പോയി. അതെ, അകത്തെനിക്ക് പ്രവേശനമില്ല, അതുകൊണ്ട് അവിടെ കിടന്നോണം എന്നാണ് നാത്തൂൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ ഈ സമയം സമീറയുടെ ബാഗ് അകത്ത് തന്നെയായിരുന്നു. റാഹില അവൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ഉറപ്പുവരുത്തി ഒന്നുകൂടി ആ വാതിൽ തുറന്നു നോക്കി. മൂപ്പത്തിയാര് നിസ്കാരത്തിലേക്ക് എത്തിക്കണ്. നേരെ അതാ ഉമ്മയുടെ റൂമിൽ കൊളുത്തിട്ടിരിക്കുന്ന ആ ബാഗ് എടുത്തു. ഉമ്മ, മോളുടെ ശബ്ദം. എന്താടി ഉമ്മ എന്താ കാണിക്കുന്നത്? എന്താ ഉമ്മ നോക്കുന്നത്? അത് അമ്മായിൻ്റെ ബാഗല്ലേ? അമ്മായിൻ്റെ ബാഗെന്ന് വെച്ചിട്ട് എനിക്കെന്താ നോക്കണീനെ? ഉമ്മ, അമ്മായി നിസ്കരിക്കാൻ പോയതല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒന്നും പോയി തരുവിടുന്ന്. ഇപ്പോൾ എപ്പോഴും ഒരു അമ്മായിൻ്റെ എന്തൊക്കെ ഇതിൽ കുന്താണ്ടങ്ങൾ ഉണ്ട് എന്നാവും. അവൾ സമീറയുടെ ബാഗ് പരിശോധിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒന്ന് ഒത്താലോ, ഇപ്പോഴെങ്കിലും പൈസയും കഴിക്കണം. ഉമ്മ, എടുക്കാൻ പാടില്ല. എന്തെടുക്കാൻ? ഞാൻ എന്താ പെടുത്തത്? അവൾ ഓരോ അറകളായി തുറന്നു നോക്കിയപ്പോൾ ഏറ്റവും ഉൾഭാഗത്തെ അറയിൽ നിന്ന് അതാ കിട്ടി ആ 2000 രൂപ, 4500. ഇതന്നെയാണ് വേണ്ടത് എനിക്ക്. സമീറ, പൈസ പാത്തച്ചാജ് റാഹിലാനെ തോൽപ്പിച്ചിന്. പൈസയും പൊന്നും പാത്തച്ചാൽ അതെടുക്കാൻ റാഹിലിനേക്കാളും വലിയ ആൾക്കാരില്ല മോളെ സമീറ. ഉള്ളിനുള്ളിൽ തിരികെ വെച്ചാലും എനിക്കതെടുക്കാൻ കഴിയും. ഉമ്മ, പാവാണ് ഉമ്മ. അമ്മായി അതെടുക്കണ്ട. അമ്മായിക്ക് നമ്മളെ മാമന് പൈസ ഒന്നും കൊടുക്കല്ലോ. മാമന് പൈസ കൊടുക്കണേ എന്താന്നില്ലേ, ഇതൊന്ന് പോയിക്ക. പിന്നെ ഇജ് ഞാൻ എൻ്റെ അമ്മായിനോട് ഇത് പറയാൻ വേണ്ടി നിൽക്കണ്ട, മനസ്സിലായല്ലോ? ഇജൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. ഉമ്മ പാവല്ലേ, ഞങ്ങൾ ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മൾ കളവ് പറയാൻ പാടില്ല എന്നുള്ളത്. ഉസ്താദ് അങ്ങനെ പലതും പഠിപ്പിക്കേണ്ടത് വിചാരിച്ച് കണ്ട എല്ലാം ഇപ്പതാക്കാൻ കഴിയുമോ? മാറിക്ക. 2000 രൂപ കിട്ടിയ സന്തോഷത്തിൽ 4500 നോട്ട് ഇതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉഷാറാക്കി വരണം. പുറത്ത് പോയിട്ട് നല്ലൊരു മന്തിയൊക്കെ കഴിച്ചുകൊണ്ട് വരണം. കുറച്ച് ദിവസമായി, മറ്റേ പൈസ മുഴുവൻ കഴിഞ്ഞും ചെയ്തു. അവൾ ആ ബാഗ് എടുത്ത സ്ഥലത്ത് പഴയ പോലെ കൊണ്ടുപോയി കൊളത്തിയിട്ടു. ഉമ്മ, ഉമ്മ കണ്ടിട്ടില്ലേക്കും. എന്താടി അവിടെ ഒച്ചപ്പാട്? എന്താ അവിടെ? ഒന്നുമില്ല അമ്മ. അതേ, ഞാനേ ഈ ബാഗ് കൊണ്ട് വീണപ്പോഴേ അടുത്ത് വെച്ചതായിരുന്നു. എന്നാൽ നിസ്സഹായതയോടെ ആ കുട്ടി അവളുടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. റബ്ബേ, എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചത് കളവ് പറയരുത്, ആരെയും ചീത്ത പറയരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ തന്നെയാണല്ലോ. പക്ഷേ എൻ്റെ ഉമ്മ തന്നെയാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. റബ്ബേ, ഞാൻ എന്ത് ചെയ്യാ? പിന്നെ മോൾട്ടിയെ എന്നോട് ഞാൻ പറഞ്ഞില്ലെന്ന് പറയണ്ട. എൻ്റെ അമ്മായിൻ്റെ ബാഗ് ഞാൻ തൊട്ടിട്ടുമില്ല, അതിനൊന്നും എടുത്തിട്ടുമില്ല. ഇനിയിപ്പോൾ ഇജ്ജ് അതോടെ പോയി വളമ്പാൻ നിൽക്കണ്ട, മനസ്സിലായല്ലോ? അതോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിച്ച് ഞാൻ ശരിയാക്കും. അത് പറഞ്ഞുകൊണ്ട് റാഹില അതാ പുറത്തേക്ക് പോവുകയാണ്. അതേ, ഞാനൊന്ന് പുറത്ത് പോയി വരാം. എൻ്റെ സാധനങ്ങളൊക്കെ കുറേ കഴിഞ്ഞിക്കണ്. ഇനി അമ്മാനോടൊന്നും പറയാൻ നിൽക്കണ്ട, ഇജ്ജ് ഇവിടെ നിന്നോ. അപ്പോൾ തന്നെ അതാ റാഹില അതുമായി പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നും ഈ വെറുംചോറും താഴ്ചതും കൂട്ടി മടുത്തു. ഒരു ദിവസമെങ്കിലും പോയി മന്തി എന്നിട്ടെ പഴിച്ചിട്ട് വെക്കാൻ വയ്യ. അവൾ വേഗം അതാ പോകുമ്പോൾ ഒരു ഓട്ടോ കൊണ്ടു. ഓട്ടോക്കാരൻ അവിടെ നിർത്തി. വേഗം വിട്ടാണേ, ഒരു ഹോട്ടലിലേക്ക്, നല്ലൊരു ഫുഡുള്ളൊരു ഹോട്ടലിലേക്ക് വിട്ടോളി. എവിടേക്കാ എത്താത്തേ? നല്ലൊരു ഫുഡ് കിട്ടുന്ന സ്ഥലത്തേക്ക് വിട്ടോളി തന്നല്ലേ നിങ്ങളോട്. വേഗം അതാ അവൾ അവിടെ എത്തി. നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ മുമ്പിലാണ് നിർത്തിയത്. അതിനുള്ള പൈസ കൊടുത്തു. നല്ല അടിപൊളി. എന്താ മാഡം വേണ്ടത്? എന്താ ഉള്ളത്? ബിരിയാണി റൈസ്, മന്തി റൈസ് ആൻഡ് ഫ്രൈഡ് റൈസ്, പുലാവ് ആൻഡ് നെയ്ച്ചോറ് ആൻഡ് പൊറോട്ട, ചപ്പാത്തി, പൂരി, ഇഡ്ഡലി, അങ്ങനെ എല്ലാം ഉണ്ട്. എന്താ വേണ്ടത്? 5 സ്റ്റാർ ഹോട്ടലായിട്ട് ഇതൊക്കെ ഉണ്ടോ? ആളുകൾ ആവശ്യപ്പെടും പലതും, അതുകൊണ്ടാണ്. എന്ത് വേണമെങ്കിലും അവൈലബിൾ ആണ്. മാഡം ഒരു 10 മിനിറ്റ് ഇരിക്കാൻ കേട്ടോ. ഇതൊക്കെ ഒന്ന് വരച്ചോളൂ. അവളുടെ മുമ്പിലേക്ക് വഴി കാണിച്ചു കൊടുക്കുവാനുള്ള ആ പേപ്പർ അവൾ നീക്കി വെച്ചു. അല്ല മാഡം, എന്താണ് പറഞ്ഞില്ലല്ലോ? എനിക്ക് ഒരു ഹണി ചിക്കൻ മന്തി
ആ ഓക്കെ ഓക്കെ മാഡം, ഒരു 10-15 മിനിറ്റ് കേട്ടോ. ഓ അതുവരെയൊക്കെ വിശന്നിട്ട് വയ്യ. ആ സമീർ അവിടെ ഉണ്ട്, മുരിങ്ങൻ്റെ ഇല താളിച്ച് വെച്ചിരിക്കണ്. മുരിങ്ങൻ്റെ ഇല താളിച്ചതും റേഷനരി വെച്ചതും ആർക്ക് വേണത്? ഞാൻ തിന്ന് മടുത്തു. ഓ റബ്ബേ, എൻ്റെ മോള്, ഓളാണ് എനിക്ക് പേടി. ഓള് ചില്ലറക്കാരെന്നല്ല, സ്വന്തം ഉമ്മാനെ ഓൾക്ക് ഇഷ്ടമില്ല, മറ്റുള്ളവരെ ഇഷ്ടം. ഞാൻ എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടലും ഓൾക്ക് അതൊരു ഇതേ ഇല്ല. ഓൾ എന്നെ പഠിപ്പിക്കാൻ നോക്കും, ഉമ്മ അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യല്ലേ, ഉസ്താദ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കരുത്. ഓളെ തന്തക്കാണ് നോക്കിക്കൂടെ? ഓളെ തന്ത വേറെ പെണ്ണും കെട്ടി നടക്കല്ലേ, അങ്ങനെ വേണം, കുറച്ച് കഷ്ടപ്പെടണം. എന്താ തന്താർക്കും കുറച്ച് ചിന്ത വേണേ. അവൾ അവിടെ ഇരിക്കുമ്പോൾ ഓരോന്ന് അങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അവളുടെ മുമ്പിലേക്ക് ഒരു പ്ലേറ്റ് മന്തിയും ഹണി ചിക്കനും അങ്ങനെ എല്ലാ ഐറ്റംസും വന്നുകൊണ്ടിരിക്കുന്നു. മാഡം, പിന്നെ കുടിക്കാനായിട്ട് 7up പെപ്സി എന്താ എടുക്കേണ്ടത്? ആ ഒരു 7up എടുത്തോളി, പിന്നെ ഒരു ഐസ്ക്രീമും. ആ ഓക്കെ മാഡം. അവളതാ ആർത്തിയോടെ അത് കഴിക്കുന്നു. എന്താന്നില്ലേ, ഫോൺ എൻ്റെ കയ്യിലാണ്, അതൊന്ന് വിറ്റിട്ട് അതിൻ്റെ പൈസയും കൂടി എടുക്കണം. അത് ഞാൻ എൻ്റെ കൈക്കിലാക്കിയിരിക്കണേ. ഓളെ വിചാരം എന്താ? അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. എന്തൊക്കെ തന്നെയായാലും വിറ്റ ഒരു 8-10 ഉറുപ്പ്യ അതിന് കിട്ടും, അത് ഉറപ്പുണ്ട്. അത് സംഭവം അത് മെല്ലെ അങ്ങോട്ട് കൊടുക്കണം. അതേറ്റൊക്കെ ഫുഡ് എന്തെങ്കിലുമൊക്കെ വാങ്ങണം, അല്ല അപ്പം എന്താ. ഏതായാലും 2000 ഉറുപ്പ്യുള്ള ബാഗിൽ നിന്ന് കിട്ടി, നന്നായി. അപ്പോൾ തന്നെ അവൾ വയറ് നിറച്ച് അതാ ഫുഡെല്ലാം കഴിക്കുന്നു. ഓ മതി, വയറ് നിറഞ്ഞു. ഓ ഒരുപാട് ബാക്കിയുണ്ട്. ഇതിപ്പോൾ പാർസലാക്കാൻ പറഞ്ഞ ഒരു പക്ഷേ അവരെല്ലാവരും സംശയിക്കും എന്തായാലും. പക്ഷേ ഇതിപ്പോൾ തൽക്കാലം എടുക്കണ്ട. ശരിയാണ്, മോളൊക്കെ ഉണ്ട്, മോളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ? എൻ്റെ ഭാഗത്ത് ഒരു കാര്യത്തിലോട് സപ്പോർട്ടാവില്ല. എപ്പോഴും ഓള് വേറെ ഉള്ളവരുടെ നോക്കുള്ളൂ. ഓള് എൻ്റെ തെറ്റ് കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുകയാണ്. ഉമ്മ കളവ് പറയരുത്, ഉമ്മ മോഷ്ടിക്കരുത്, അങ്ങനെ ഇപ്പോൾ ജീവിതം കഴിയോ? എൻ്റെ ജീവിതം അങ്ങനെയൊക്കെ തന്നെ, ആരുടെങ്കിലൊക്കെ കട്ടുന്നിട്ട് അങ്ങോട്ട് ശീലയിക്കണ്. അല്ലാതെ ഇപ്പോൾ ആയുഷ്മാൻ്റെ ആ സ്വർണം തന്നെ എടുത്തത് എവിടെ നിന്ന് വെച്ച് എനിക്കൊരു ഓർമ്മയില്ല. അതിന് പകരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം. എന്തായാലും വേണ്ടിയില്ല. ഇനിയിപ്പോൾ ഓള് തരുമ്പോൾ അറിയാത്ത മാതിരി നിൽക്കണം എന്തായാലും. അങ്ങനെ അതാ ഫുഡിൻ്റെ ബില്ലുമായി അദ്ദേഹം എത്തി. മാഡം ഇതാ 1200 രൂപ. ഓ ഒരു മന്തിക്കും 7upനും ഐസ്ക്രീമിനും. മാഡം ഇതിന് രണ്ടിൻ്റെ ബില്ലാണ്. ഇതാ ഐസ്ക്രീമിൻ്റെ ഇതാ വരുന്നേ ഉള്ളൂ. ഐസ്ക്രീമിൻ്റെ ബില്ലും കൂടി കേട്ടപ്പോൾ അതെ 1500 കണക്കായി. എന്ത് ഐസ്ക്രീമാണ് ഇത്? തണുത്തിട്ടാണ് തിന്നാനും കഴിയുക. മാഡം ഇത് അത്രക്കും നിങ്ങൾ ഓർഡർ ചെയ്ത നല്ല സ്പെഷ്യൽ ഐസ്ക്രീമാണ് ഇതിൽ എല്ലാ ഫ്ലേവറും ഉണ്ട്. പെട്ടെന്ന് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു പണക്കാരിയെ പോലെ ബില്ല് പേ ചെയ്തു. മാഡം ഫുഡ് വേണമെങ്കിൽ പാർസലാക്കാം, അദ്ദേഹം ചോദിച്ചു. ബാക്കി വന്ന ആ മന്തി അതവൾക്ക് പാർസലാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും വേണ്ട, അത് പിടിക്കപ്പെടും ഒരിക്കലും. നോ താങ്ക്സ്. അവൾ അതും പറഞ്ഞ് അതാ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി മൊബൈൽ ഷോപ്പിലേക്ക് നേരെ അതാ അവൾ മൊബൈൽ ഷോപ്പിലേക്ക് പോകുന്നു. ഹലോ, ഈ ഒരു ഫോണ് കൊടുക്കണമെങ്കിൽ എത്ര കിട്ടും? ഇത് ഏതാ കമ്പനി നോക്കട്ടെ. ഓൺ ആക്കി നോക്കി. സിം അവൾ പതുക്കെ ഊരിയെടുത്തിരുന്നു. ഇത് ഒരു 9 രൂപ കിട്ടും, 8-9. കംപ്ലൈൻ്റ് ഒന്നുമില്ല. കംപ്ലൈൻ്റ് ഒന്നുമില്ല. എന്നാൽ ഇതൊന്ന് സെയിൽ ചെയ്യണം കേട്ടോ. ഇതെവിടെ തന്നെ കൊടുത്താൽ പോരെ? മാഡം. അപ്പോൾ തന്നെ അതാ അവൾക്കുള്ള ആ ഒരു 8000 രൂപയാണ് കിട്ടിയത്. കാരണം ചെറിയൊരു മൂലയിലൊരു പൊട്ടുണ്ട്, സ്ക്രാച്ചുണ്ട്, അതുകൊണ്ട് 1000 രൂപ കുറഞ്ഞെന്ന് പറഞ്ഞു. കിട്ടിയതായി, അല്ലാതപ്പോൾ എന്താ. നേരെ അതാ അവൾ പോയത്. ഇനിയിപ്പോൾ ഏത് ഷോപ്പിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങിയാൽ സംശയിക്കും. കയ്യിൽ ഫോൺ വിറ്റ പൈസ അതുമുണ്ട്, മറ്റേലൊരു 500 ബാക്കിയുള്ളൂ. ഒരു ഡ്രസ്സ് എടുത്താലോ പോയിട്ട്? അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ തൽക്കാലം വല്ലാണ്ട് വീട്ടിൽ പോകുക, അതായിരിക്കും നല്ലത്. പൈസ തൽക്കാലം ഒന്നും, ഏതായാലും വയറ് നിറഞ്ഞല്ലോ. എൻ്റെ മോൾക്ക് എന്തെങ്കിലും വാങ്ങാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ മോള് വല്ലാത്ത സാധനമാണ്, സ്വന്തം പെറ്റ് തള്ളനോട് സ്നേഹമില്ലാത്തൊരു സാധനം. റാഹില ഒന്നും അറിയാത്ത പോലെ അതാ വീട്ടിലേക്ക് തന്നെ എത്തി. മോളെ റായില എവിടെയടി ഉമ്മച്ചി? കുട്ടിയോട് ആ ഒരു ചോദ്യം. ഉമ്മച്ചി ഇപ്പോൾ വരാനാണ് പോയിനോ? എവിടേക്കാ അവൾ പോയത്? ഉമ്മമ്മ അത് എനിക്കറിയില്ല ഉമ്മ. എന്നോട് പറഞ്ഞില്ലേ? പറയിട്ടില്ല, ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞതാണ്. അമ്മായിനൊന്ന് വിളിച്ചു വിട്ടാ. സമീറ
ഉമ്മ ദയനീയമായി ഉമ്മയുടെ വിളി കേട്ടിട്ട് അമ്മായി നിങ്ങൾ വിളിക്കുന്നുണ്ട്. ആ മോളെ ഞാൻ നിസ്കരിച്ചിരുന്നിട്ടേ അവിടെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി മോളെ. സമീറ മോളെ ചോറ് ആയില്ലേ? ഉമ്മ ഞങ്ങൾ കുറച്ച് നേരത്തെ കഞ്ഞി കുടിച്ച് വിചാരിച്ചിട്ട് ഇപ്പോൾ വിശപ്പുണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞോട്ട് വിചാരിച്ചാണ്. ആ ഇജ്ജ് വഴമ്പിക്കോ, റായിലാനും വിളിച്ചോ. മോളെ എന്താടി കൂട്ടാൻ? ഉമ്മ മുരിങ്ങൻ്റെ താഴ്ചയുണ്ട്, പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതും പൊരിച്ചു വെച്ചേക്കണ്. ഇക്കാക്ക ഇന്ന് മീനൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ആ അത് മതി, പിന്നെ ഇജ്ജ് നല്ലോ വന്നുണ്ട് തിന്നോട്ടോ. ഉമ്മ എനിക്ക് ഗുളിക കുടിക്കാണ്ട്, എൻ്റെ ഗുളികയൊക്കെ പുത്തൻവീട് തറവാട്ടിലാണ് ഞാൻ വെച്ചത്. ഞാൻ ഉമ്മ അങ്ങോട്ട് പോയാൽ ഉമ്മക്ക് ബുദ്ധിമുട്ടാവുമോ? സമീറയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മാക്ക് എന്ത് പറയണമെന്നായിപ്പോയി. മോള് എൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് വേണമെങ്കിൽ പോയിക്കോളി, അല്ലാതെ ഇവിടെ കിടന്ന് ജടങ്ങാറാരനേക്കാരം. ഇനിയിപ്പോൾ ഒന്നോ നാളൊക്കെ ആയിട്ട് ഏതൊരു ഒരുത്തിനെ കെട്ടിക്കൊണ്ടിട്ടുണ്ട് റസിയെ ഞാനൊക്കെ പറഞ്ഞു കേട്ടിനു. ഇനി ജടങ്ങാറാവും. അങ്ങനെയാണെങ്കിൽ ഈ പോയിക്കോണ്ടി, ഏതായാലും 2 ദിവസം കൂടെ കൈയ്യട്ടാ. ഉമ്മ ഇതാ ചോറ് തിന്നോളി. അവൾ മുരിങ്ങയില താളിച്ചതും ഉണക്കമീൻ പൊരിച്ചതും ചോറുമായി ഉമ്മയുടെ റൂമിനടുത്തേക്ക്. ഉമ്മ ഇതിൽ കൈ കഴുകിക്കോളി. ഒരു പാത്രത്തിൽ ചുടുവെള്ളം കൊണ്ടുപോയി കൊടുത്ത് അവൾ ഉമ്മയുടെ കൈ കഴുകിപ്പിച്ചു. ഉമ്മ ഞാൻ വാരിത്തരണോ? ഏയ് വേണ്ട മോളെ. എടി കുട്ടിക്കും ചോറെടുത്താളാം. മോൾട്ടിയേ എന്താ അമ്മമ്മ? കുട്ടിക്ക് ചോറ് തരട്ടെ? അമ്മായി തരുട്ട്. എടി ഇവൾക്കും വഴമ്പി കൊടുത്താളാം. മോൾട്ടിയേ വാ മോളെ, ഇവര് ചോറുന്നോളി. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് അമ്മായിയുടെ ആ മുഖം കണ്ടപ്പോൾ സങ്കടമാണ് തോന്നിയത്. അമ്മായി നിങ്ങൾ കഴിക്കണില്ലേ? മോളെ ഞാൻ കഴിച്ചോളാം, എൻ്റെ ഉമ്മച്ചി വരട്ടെ, എൻ്റെ ഉമ്മച്ചി വന്നിട്ട് ഞാനും ഉമ്മച്ചും കഴിച്ചോളാം. അമ്മായി ഉമ്മച്ചി എപ്പോഴാണ് വിചാരിച്ചിക്കണ്? അമ്മായി കഴിച്ചോളി. മോളെ എനിക്ക് വേണ്ടടി, ഓല് വന്നിട്ട് കഴിക്കുക, അല്ലെങ്കിലേ ആ പറ്റൂല. അമ്മായി നിങ്ങൾ കഴിച്ചോളി, വരി ഞമ്മക്ക് കഴിക്കുക. എടീ സമീറ, ആ കൂട്ടിലുണ്ടാവും നാടൻ മുട്ട, കോഴി മുട്ടിട്ടുണ്ടാവും, ഒന്ന് പോയി എടുത്ത് 2 പൊരിച്ചോളി. അവിടെ ഉണ്ടാവുമല്ലോ. കിട്ടണ മുട്ട മൊയ്മാറായില്ല പുഴുങ്ങി തിന്നും. ഈ കുട്ടിക്കും കൂടിയും കൊടുക്കൂല. ഞാൻ വിചാരിച്ചു ചെയ്യും, പെറ്റ കുട്ടിനോട് സ്നേഹമില്ലാത്തൊരു തള്ളണ്ട് ഈ ജന്നെ ഉണ്ടാവുള്ളൂ. അമ്മായി ഞാൻ കോഴിക്കൂട്ടിൽ പോയി നോക്കാം. അങ്ങനെ അതാ കോഴിക്കൂട്ടിൽ പോയി നോക്കിയപ്പോൾ പറയുമ്പോൾ തന്നെ 2 മുട്ടയുണ്ട്. അവളൊരു വടി കൊണ്ട് അത് തോണ്ടി എടുക്കുവാൻ ശ്രമിക്കുന്നു. മോളെ കിട്ടിയോ? അമ്മായി കിട്ടിയിട്ടില്ല. അമ്മായി വരെ അങ്ങോട്ട്. നേരെ അതാ കോഴിക്കോടിൻ്റെ അടുത്തേക്ക് അവൾ പോയി ഒരു വടി കൊണ്ട് മുട്ട തോണ്ടിയെടുക്കുന്നു. അത് കണ്ടുകൊണ്ടാണ് റായില വന്നത്. അല്ല എന്തപ്പത്? വെറുതെ അല്ല ഇവിടുത്തെ മുട്ടൊന്നും കാണാനില്ലാത്തത്. ഇതൊക്കെ എടുത്ത് പുഴുങ്ങി തിന്നാലേ? ഇത്താത്ത ഞാൻ ഇല്ലില്ല, ഞാൻ പുഴുങ്ങി തിന്നിട്ടൊന്നുമില്ല. ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് പൊരിച്ചു കൊടുക്കാം. മോൾക്ക് വെറുതെ അല്ല എൻ്റെ തടി ഇങ്ങനെ, വെറുതെ തന്നെ നാസറിന് പറ്റാത്തത്. ഈ കോഴിണ മുട്ടയൊക്കെ ഒറ്റക്ക് പുഴുങ്ങിയും പൊരിച്ചും തിന്നാണ് അല്ലേ? ഒറ്റ കുട്ടികൾക്കും കൊടുക്കാതെ കാണുന്നില്ലല്ലോ. ഇല്ല, ഞാൻ ഒരിക്കലും തിന്നിട്ടില്ല. ഞാൻ മോള് പറഞ്ഞപ്പോൾ അത് ഓൾക്ക് പൊരിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ട് ഉമ്മ പറഞ്ഞപ്പോൾ മോള് പറഞ്ഞപ്പോൾ എനിക്ക് കുറേ ന്യായീകരണങ്ങൾ ഉണ്ടാവും. ഇത്താത്ത ചോറുന്നാൻ പോരി. എനിക്കെൻ്റെ ചോറൊന്നും വേണ്ട. എന്തേ? ഞാൻ നിങ്ങളെ കാത്തിക്കായിരുന്നു. എൻ്റെ മുരിങ്ങൻ്റെ താളിച്ചതും ഉണക്കമീൻ പൊരിച്ചുമല്ല ആർക്ക് വേണം? എനിക്ക് വേണ്ട. റായില ഇജ്ജ് വന്നു, ഇജ്ജ് എവിടെയായിരുന്നു? അന്ന ആ പെണ്ണ് എത്ര നേരം ഇടയിൽ കാത്തിക്കണേ? 2 ചോറുണ്ട് തിന്നോക്കാണേ. എനിക്ക് വേണ്ട ഓള് വെച്ച ചോറും കൂട്ടാന്ന് കണ്ടാലും മതി. ഒന്ന് റേഷനരി ഇങ്ങോട്ട് പീഞ്ഞേക്കും, പിന്നെ അതിക്ക് കുറച്ച് മുരിങ്ങൻ്റെ താളിച്ചതും ഉണക്കമീൻ പൊരിച്ചതും. എന്താപ്പം ഇത്? എനിക്ക് വേണ്ട. എടി പട്ടിണി കിടക്കണ്ട. എന്നാൽ വയറ് നിറയെ മന്തി നിറച്ച് വരികയാണെന്നുള്ള കാര്യം അവിടെ ആർക്കും അറിയുന്നില്ല. ഇത്താത്ത കുറച്ച് കഴിച്ചോളി. ഇതാ ഞാൻ ഒരു ചമ്മന്തി അരക്കാം, മുട്ടിയും പൊരിക്കാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവൾ നേരെ അകത്തേക്ക് കയറിപ്പോയി. കണ്ണീരോടെ സമീറ ഭക്ഷണം കഴിക്കുന്നു. റബ്ബേ, ഞാൻ എന്തിനാ കണ്ണീര് ഏൽപ്പിക്കണേ? ഓലോ സ്വഭാവം കാണിക്കല്ലേ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മായി നിങ്ങൾ എന്തൊക്കെ അറിയണത്? ആ പൊന്നുമോളുടെ ആ ചോദ്യത്തിന് മുമ്പിൽ അവൾ ഒരു നിമിഷം, മോളെ ഞാൻ കരയല്ലടി, മനസ്സത്തെ സങ്കടം അത് കണ്ണിലൂടെ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. അമ്മായി നിങ്ങൾ വിഷമിക്കണ്ട. സത്യം പറഞ്ഞാൽ ആ ഒരു ബാഗിൽ നിന്ന് ക്യാഷ് എടുത്തത് അതവൾക്ക് എങ്ങനെയെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു.
പക്ഷേ എന്ത് ചെയ്യും, ഉമ്മ പറഞ്ഞു പറയരുതെന്ന്. ഞാൻ ആർദാ റബ്ബേ സ്വീകരിക്കുക. ആ കുട്ടിയുടെ മനസ്സിൽ നല്ല സങ്കടമുണ്ടായിരുന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട അമ്മായി പാവാണ് റബ്ബേ. എന്തിനാണ് അവരെങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നേരെ ഭക്ഷണം കഴിച്ച് അവൾ ഉമ്മയുടെ അരികിലെത്തി. ഉമ്മ എവിടേക്ക് പോയിരുന്നത്? ഞാൻ മന്തി കഴിക്കാൻ പോയതാണടി, എന്ത് നിനക്ക് വേണോ എന്നുള്ള ആ ചോദ്യം ചോദിക്കട്ടെ എന്ന് റാഹില കരുതിയെങ്കിലും അവൾ പറഞ്ഞു, എനിക്ക് എന്തവിടേക്ക് പുറത്തേക്കൊന്നും പോകാൻ പാടില്ല, അപ്പോഴേക്കും നിങ്ങൾ അറിയിക്കണോ? ഉമ്മ ഞാൻ ചോദിച്ചാണ്, ഉമ്മ എന്ത് ഫുഡ് കഴിക്കാത്ത? ഞാൻ ഫുഡ് കഴിച്ച് വന്നതാ. ആണോ? ഉമ്മ എന്താ കഴിച്ചത്? ഞാൻ എന്താ ചോറ് കഴിച്ചു, അല്ല അപ്പം എന്താ? മന്തി കഴിച്ചു പറഞ്ഞാൽ അനക്കും വേണ്ടി വരില്ലേ? വേണ്ട അമ്മ ഉണ്ടാക്കിയ ചോറും മുരിങ്ങക്കറിയും നല്ല രസമുണ്ട്. അനക്കൊക്കെ അതന്നെ നല്ലത്. ഉമ്മ എന്തിനാണ് അമ്മായിനെ ആ ചായപ്പിൽ കൊണ്ടുപോയി കെടുത്തിയത്? അതിൻ്റെ രൂപം കണ്ടില്ല നിങ്ങൾ? ഉമ്മ അതിന് ശരിക്കും ചുമര് പോലും ഇല്ലായിട്ട് തുണി കൊണ്ടാണ് കെട്ടി വെച്ചിട്ടുള്ളത് ഒരു ഭാഗത്ത് അമ്മായി. പിന്നെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. ചൂടായാലും തണുപ്പായാലും നല്ല ഇടങ്ങാറുണ്ടാവൂലേ? കണ്ടില്ലേ, ആ ഒരു കാടാണ് ഒരു ഭാഗത്ത്. ഉമ്മ അമ്മായിനകത്തേക്ക് തന്നെ കയറ്റിക്കൂടെ? എന്താടി എൻ്റെ ബാപ്പ ഇവിടെ റൂം എങ്ങാനും ഉണ്ടാക്കി വെച്ചിക്കണോ? എൻ്റെ ബാപ്പാനെ ഉണ്ടല്ലോ മറ്റു പെണ്ണും കെട്ടി നടക്കുക. അത് ഉമ്മന്നല്ലേ ആദ്യം തെറ്റ് ചെയ്തത്? ഉമ്മനെ കെട്ടിട്ട് പോയതല്ലേ ആരുടെയൊക്കെ കൂടെ? നീ എന്തൊക്കെയാ പറയുന്നത്? ഈ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്തിനും എൻ്റെ ഉപ്പാനെ പറയുന്നത്? ഞാൻ പോയിക്കോളാം എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക്. ഉപ്പാക്ക് എന്നോട് സ്നേഹമുണ്ട്. ഉമ്മല്ല തിരക്കൂടിയിട്ട് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഉപ്പാക്ക് എന്നോട് സ്നേഹമായിരുന്നു. അല്ലെങ്കിലും അങ്ങനെ തന്നെ, മക്കൾ എത്ര നോക്കിയിട്ടും കാര്യമില്ല. അത് ഓല തന്തൻ്റെ ഒപ്പം പോകും, അതേ ഉണ്ടാവുള്ളൂ. എത്ര നോക്കിയിട്ടും കാര്യമില്ല. പിടിച്ച് വലിച്ച് കൊടുന്ന് എന്നെ പറഞ്ഞാൽ മതി. ഇങ്ങനത്തെ ഓരോ ഒന്നിനെ തീറ്റിപ്പോറ്റി ഉണ്ടാക്കിയപ്പോൾ ഇത്ര വലുപ്പമായപ്പോൾ ഓളൊരു ചോദ്യം കണ്ടില്ലേ? ഓൾക്കിപ്പോൾ അമ്മായി വന്നിക്കണ്, ഓളോട് കുറച്ച് ഇതിൽ നിൽക്കണം, അതിനാണ്. അമ്മായി പാവല്ലേ? ഉമ്മ എന്തിനാ അമ്മായിൻ്റെ പൈസ എടുത്തത്? എന്നോട് ഞാൻ പറഞ്ഞിക്കണ് മുണ്ടെന്നെ ചെയ്യരുതെന്ന്. എന്നാൽ അവൾ കോഴിക്കൂട്ടിൽ നിന്ന് മുട്ടയെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയാണ്. അന്ന് നാസർ വന്നു. നാസർ ഇക്ക, പിന്നെ എന്തായി? എപ്പോഴാണ് കൊണ്ടുവരണേ? നാളെ കൊണ്ടുവരണം. നാളെ? ആയിക്കോട്ടെ, കൊടുന്നോ. അനക്കും വേണ്ട ജീവിതം. ഈ ഒരു തടിയത്തിൻ്റെ ഒപ്പം ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ? ആനമുട്ട പൊയിങ്ങിയതോ? പിന്നെ നാസർക്ക, നിങ്ങളെ ഭാര്യ വെറുതെ അല്ലട്ടോ ഇങ്ങനെ തടി വെക്കണത്. കോഴിക്കോട്ടിൽ നിന്ന് മുട്ട തോണ്ടെടുക്കുകയാണ്, എന്നിട്ട് പുഴുങ്ങി തിന്നാണ് ആരും കാണാതെ. നമ്മളെ വിചാരം തിന്നൂല എവിടെ കാണാതെയാണല്ലോ തിന്നണത്. ഞമ്മക്ക് അറിയായിട്ടാണ് അതിനെപ്പറ്റി. പിന്നെ വിളിച്ചു വരുത്തിയത് നിങ്ങളൊക്കെ തന്നെ അല്ലേ, അല്ലാതെ ഞാനല്ലല്ലോ. ആങ്ങളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ റാഹില പറഞ്ഞു, പിന്നെന്താ ഇവിടെ വെച്ചുണ്ടാക്കാൻ ആരുള്ളത്? ഇനി കെട്ടിക്കൊണ്ടുവരണം പെണ്ണുങ്ങൾ അതിനൊക്കെ നിൽക്കുവയ്ക്കില്ലേ? പിന്നെ എന്തിനാ റാഹില അജ്ജ് ഇവിടെ ഇങ്ങനെ നിൽക്കണത്? ഇത് എന്ത് കാര്യത്തിനാണ് ഇജ്ജ് ഇവിടെ നിൽക്കണത്? അന്നെ കൊണ്ട് പിന്നെ എന്തൊരു ഉപകാരം? നാസറിൻ്റെ ആ ഒരു ചോദ്യം ഒരിക്കൽ പോലും അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൾ കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ അരികിലെത്തി. ഉമ്മ, ഇന്നെല്ലാവരോടും ചീത്തറിഞ്ഞാളി. നാസർക്ക് എന്നോട് പറഞ്ഞു കിട്ടിയില്ല ഇജ്ജ് എന്തിനാ ഇവിടെ നിൽക്കണത് എന്ന്. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ മോളല്ലേ. ഇജ്ജ് ഇവിടുത്തെ മോളൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്ക് കുറച്ച് അധികാരം അവകാശമുണ്ട്. ഇജ്ജ് എല്ലാവരെയും ഇടങ്ങാറാക്കണ്. ആയിക്കോട്ടെ, ഞാൻ പോയിക്കൊണ്ട് എവിടേക്കെങ്കിലും. എവിടേക്ക് പോകണം? ഇജ്ജ് എവിടേക്കും പോകില്ല. എവിടെയെങ്കിലും പോയാലും എന്തേ ഫിത്തിനെ കാട്ടിയിട്ട് ഇജ്ജ് വരുള്ളൂ. എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഈ സമയം സെമീറയെ അത് ഉമ്മ വിളിക്കുന്നു. മോളെ സെമീറ. ആ ഉമ്മ എന്തേ? മോളെ ഇങ്ങോട്ട് നോക്കാം, അമ്മാൻ്റെ ഈ ഗുളിക കഴിഞ്ഞേക്കണല്ലോ. ആ കഴിഞ്ഞല്ലമ്മ. ഇത് എന്തിനുള്ളതാണ്? ഷുഗറിനും പ്രഷറിനൊക്കെ ഉള്ളുണ്ട്. പിന്നെ പനി എന്തൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഗവൺമെൻറ് പോയതല്ലേ, അതെന്നെ പറഞ്ഞു ഒരു കൊണ്ടുപോകാൻ കൂട്ടിക്കണില്ലേനു. ഇജ് ഉമ്മാൻ്റെ കുട്ടീൻ്റെ അടുത്ത് പൈസ ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇതിപ്പോൾ മരുന്ന് ഇനിയിപ്പോൾ അവിടെ കിട്ടും എന്താവും. ഉമ്മ സാരില്ല, ഞാൻ മരുന്ന് കൊടുന്നേരം ഉമ്മക്ക് തരി അതിൻ്റെ ലീസ്റ്റ്. ആ ലീസ്റ്റ് അതാ ഉമ്മ കൊടുക്കുന്നു. ഇതാ മോളെ, എനിക്ക് എൻ്റെ മക്കളോട് പറയണില്ലേറെ സുഖം എന്നോട് പറയണതാണ്. എന്നോട് പറഞ്ഞാൽ കുറച്ചെങ്കിലും സമാധാനം കിട്ടും. ഓരോട് പറഞ്ഞ് എൻ്റെ നേർക്ക് ചാടും. നാളെ റായിലാനോട് ഞാൻ ഗുളിക കഴിഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനേ ഗുളികയും കുടിച്ച് ഇവിടെ അങ്ങ് നിൽക്കണതാണ്, മരിച്ചൂടെ നിങ്ങൾക്ക് പറഞ്ഞാണ് പറ്റ തള്ളൻ്റെ മുഖത്ത് നോക്കിയിട്ട്. അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല.
ആരെങ്കിലും ഇങ്ങനെ പോണവരടുത്ത് കൊടുക്കും, അങ്ങനെയൊക്കെ തന്നെ. ഇതിപ്പോൾ എനിക്ക് വെയ്ക്കാത്തോണല്ലേ ഞാൻ നടന്നു പോവും. ഇതിപ്പോൾ ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ, അത് ഞാൻ കൊടുന്നോളാം. അവൾ അതാ നേരെ ലീസ്റ്റ് വാങ്ങി അവളുടെ ബാഗിലേക്ക് വെക്കുന്നു. ഉമ്മ വൈകുന്നേരം ഇട്ട് ഞാൻ ഷോപ്പിൽ പോയിട്ട് കൊണ്ടുവന്നു തരാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. വേഗം അവൾ ബാഗ് തുറന്നു അതിലേക്ക് വെക്കുവാൻ നിന്നു. ഏതായാലും പൈസ ഉണ്ടല്ലോ, പൈസ ഇല്ലാത്ത കേടില്ലല്ലോ. ഐഷുമ്മ തന്ന് പാവം. ഇനി എന്തെങ്കിലും ഉമ്മാക്ക് എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ് എങ്ങനെ വാങ്ങിക്കൊടുക്കണം, പറ്റത് ഇങ്ങോട്ട് അയക്കണേ. ഈ ഒരു കഞ്ഞിൻ്റെ വെള്ളം മാത്രത്തുമല്ല അതിൻ്റെ ജീവിതം, അതും റേഷൻ വീടിൽ നിന്ന് കിട്ടുന്നോണ്ട്. ലീസ്റ്റ് ഭദ്രമായി അവൾ ഒരു അറയിൽ വെച്ചു. ഓ പൈസ ഒക്കെ ഉണ്ടല്ലോ. അവൾ പൈസ വെച്ച ആ ഒരു അറ തുറന്നപ്പോൾ സുബ്ഹാനല്ലാ, ഇതിൽ വെച്ച പൈസ 400 നോട്ട് ഞാനിവിടെ ഒരുമിച്ച് വെച്ച് തരുന്നല്ലോ. അവൾ ബാഗ് തിരിച്ചും മറിച്ചും നോക്കി. പഠിച്ചോനെ, ഞാൻ അതിൽ വെച്ച് തരുന്നല്ലോ. അല്ലാ, 3-4 അറയുണ്ട്. ഇതിപ്പോൾ എവിടെ വെച്ചതിൽ 400 നോട്ട് എനിക്ക് ഉമ്മ തന്നതായിരുന്നു. ഇതിപ്പോൾ എവിടെ വെച്ചത്? പഠിച്ചോനെ, ഉമ്മാൻ്റെ ഒക്കെ ലീസ്റ്റും വാങ്ങിയാൽ ഞാൻ എന്താ ഞാൻ പറയാം. അവൾ അവളുടെ ബാഗ് മുഴുവനായി ചെക്ക് ചെയ്തു. പഠിച്ചോനെ, ഫോണും പോയി, പൈസയും പോയി. ഫോൺ ഇവിടെ വെച്ച എനിക്ക് ഓർമ്മയില്ല, സ്വിച്ച് ഓഫ് ആണ്. ഇപ്പോൾ പൈസയും പോയിക്കണ്. അവളുടെ മുഖം ആകെ അങ്ങ് ടെൻഷനായി. അവൾ ബാഗ് വീണ്ടും വീണ്ടും കുടഞ്ഞു പുറത്തേക്ക് എടുത്തൊക്കെ നോക്കി. ഇല്ല അമ്മായി. അതെ, അവൾ ബാഗിൽ തപ്പിത്തിരിയുന്നത് ആ മോള് കാണുന്നു. അമ്മായി, എന്തമ്മായി? മോളെ, ഞാൻ അതിലടി 2000 രൂപ വെച്ചിരുന്നേ. നോക്കി, ഈ ബാഗിൽ ഈ ഉള്ളിത്തറിയിലാണ് വെച്ചത്. ഇവിടെ മോളെ 4 നോട്ടുണ്ടായിരുന്നു, അത് കാണില്ല മോളെ. അമ്മായി ശരിക്കും നോക്കിയോ? ആ മോളെ നോക്ക്. അമ്മായി, അത് സത്യം പറഞ്ഞാൽ അവൾക്ക് അവളുടെ ഉമ്മയുടെ കുറ്റം പറയുവാനും വയ്യ. എന്താ റബ്ബേ ഞാൻ ചെയ്യാം എന്നാ കുട്ടി വിചാരിച്ചു പോവുകയാണ്. അമ്മായി, സത്യമായിട്ടും 4500 ആ മോളെ, 4500 എനിക്കറിയില്ല എവിടെ വെച്ച്. ഉമ്മമാരോട് എന്താ ഞാൻ പറയും? ഉമ്മമാൻ്റെ മരുന്ന് കൊണ്ടുവരാനുള്ള പൈസ ഞാൻ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പഠിച്ചവനെ കാണില്ലല്ലോ, എന്താ ചെയ്യാം? പുറത്തേക്കൊന്ന് പോകാനും വേണമല്ലോ പൈസ. ആരോടെ ചോദിക്കുക? നാസർക്കൊന്നും എന്നോട് മിണ്ടുമില്ല, നോക്കൂല്ല. ഞാൻ ഒരു പുറമക്കാരത്തിനെ പോലെ നിൽക്കണം ഇവിടെ. ആ വിളിൻ്റെ ഉക്കൊണ്ട് വന്നാണ്, അല്ലേ ഞാൻ വരൂലായിരുന്നു. ഉമ്മാനവൾക്ക് നോക്കാനാവില്ല, അതുകൊണ്ട് എന്താ ഞാൻ ചെയ്യുക? അവൾ കരഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ സമയം അതാ റാഹില കുളിക്കുവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയിരുന്നു. മോൾട്ടി അത് നോക്കി നിന്നു. ഉമ്മയാണ്, എൻ്റെ ഉമ്മയാണ് എടുത്തത്. എനിക്ക് നന്നായിട്ട് അറിയാം, കണ്ടതാണ്. പക്ഷേ ഉമ്മയുടെ കുറ്റം പറഞ്ഞ് നടക്കുന്നത് ശരിയല്ലല്ലോ. ഉമ്മയെ തെറ്റ് തിരുത്തി കൊടുക്കൽ എൻ്റെ കടമയാണ്. പക്ഷേ ഉമ്മയുടെ തെറ്റ് അത് ഓപ്പൺ ആക്കുന്നത് നല്ലതല്ല. അവൾ പതുക്കിയതാ ഉമ്മ വെച്ച ഉമ്മയുടെ ബാഗിൻ്റെ അരികിലേക്ക് പോകുന്നു. അവൾ പതുക്കെ സ്റ്റൂളിൽ കയറി. ഉമ്മ ഉയരത്തിലാണ് അത് വെച്ചിട്ടുള്ളത്. അത് അവൾ നാസർക്കയുടെ റൂമിൽ തന്നെയായിരുന്നു അത് വെച്ചത്. ഉമ്മയുടെ ബാഗ് അവൾ പതുക്കെ എടുത്തു. ഉമ്മ വരുമ്പോഴേക്കും ഇതിലുണ്ടാവും ഉമ്മൻ്റെ പൈസ എന്തായാലും. ആ ബാഗ് തുറന്നപ്പോൾ ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടി. അല്ലാ, ഇത് കുറേ നോട്ടുണ്ടല്ലോ, 500 കുറേ നോട്ടുണ്ടല്ലോ ഇത്. എന്തായാലും വേണ്ടില്ല, അമ്മായിൻ്റെ നഷ്ടപ്പെട്ട 4 നോട്ടല്ലേ. അവൾ അതിൽ നിന്ന് 4 നോട്ടെടുത്ത് ബാഗ് പഴയ പോലെ തന്നെ പൂട്ടി മുകളിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് നേരേതാ അമ്മായി നിസ്കരിക്കുവാൻ പോയപ്പോൾ അമ്മായിയുടെ ആ ബാഗിൻ്റെ താഴെയായിട്ട് വെച്ചു. നേരെ അമ്മായിയെ വിളിച്ചു. അമ്മായി, അമ്മായി, അമ്മായി. അമ്മായി നിസ്കരിക്കായിരിക്കും, കാത്തിരിക്ക. പേടിയുണ്ട്, എൻ്റെ ഉമ്മ എങ്ങനെ അത് കണ്ടാൽ അത് എടുക്കും എന്നുള്ളത്. ആ പൈസ അവൾ ആ ബാഗിനെ അടിയിലായി തന്നെ വെച്ചു. അമ്മായി, നിങ്ങൾ ശരിക്കും നോക്കി അമ്മായി? ആ മോളെ, 4 നോട്ടായിരുന്നു. എനിക്ക് പൈസ പോയതിലല്ല, എനിക്ക് ഉമ്മാക്ക് മരുന്ന് വാങ്ങാന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്ന് ഞാൻ എന്ത് സമാധാനം പറയും? അമ്മായി വന്ന് നോക്കി. അവൾ അമ്മായി സമീർ അമ്മായി വന്ന് നോക്കി. അമ്മായി ശരിക്കും നോക്കി. ഈ ബാഗിൻ്റെ ചോട്ടിലായിട്ട് നിൽക്കുന്നുണ്ടല്ലോ,
നിങ്ങൾ ഇനി എടുത്തപ്പോൾ വീണതായിരിക്കോ? ഒരു നിമിഷം അവൾ ആ പൈസകൾ എടുത്തു. റബ്ബേ മോളെ, എൻ്റെ കുട്ടി കണ്ടതുകൊണ്ട് എങ്ങനെ ഇത് നിലത്ത് വീണ് എനിക്ക് അറിയണില്ല മോളെ. അതമ്മ നിങ്ങൾ ബാഗ് എങ്ങാനും എടുത്തപ്പോഴേക്കേ ചിലപ്പോൾ വീണതായിരിക്കും. അമ്മായി ഇത് നിങ്ങൾ ആ റൂമിൽ കൊണ്ടുപോയി വെച്ചോളി. നിങ്ങൾ ആ റൂമിൽ അമ്മ നിങ്ങൾക്ക് പേടി അവളോട് കിടക്കുമ്പോൾ. മോളെ പഠിച്ചോണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അവൾക്കതിൽ സന്തോഷം തോന്നി. ആ മോളെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ചുംബിച്ചു. മോളെ പൊന്നു മോളെങ്കിലും എനിക്കുണ്ടല്ലോ ഒരു കൂട്ടായിട്ട്. അമ്മായി എനിക്ക് നിങ്ങളെ കാണുമ്പോൾ പാവാണ്. പെട്ടെന്ന് മോൾട്ടി ഒരു വിളി. അതാ എന്തുമ്മ? പറ്റ തള്ളനോടില്ലാത്ത സ്നേഹം അമ്മായിനോട്. എന്താ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കലും. എന്നോട് ശരിക്കും മര്യാദക്ക് ഈ വർത്താനം പറയലുണ്ടോ? പറ, അത് പറഞ്ഞേ. അത് അമ്മ ഇന്നല്ലേ, ഉമ്മാക്കും എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാലോ. കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ പറ്റിയ സാധനം എൻ്റെ തന്തൻ്റെ സ്വഭാവമാണ് എനിക്ക്. എപ്പോഴും ഉമ്മ അനങ്ങിയാൽ ആ ഒരു കാര്യം പറയും, തന്തൻ്റെ സ്വഭാവം എന്ന്. ഉമ്മ ഉപ്പാൻ അങ്ങനെ പറയാൻ പാടുണ്ടോ? പിന്നെ എന്താടി എൻ്റെ ഉപ്പനുണ്ടോ ഒഴിവാക്കിയിട്ട് വിട്ടപ്പോഴേ എനിക്ക് ഒന്നും പറയാനില്ലായിരുന്നോ? ഉമ്മ ചെയ്ത് തെറ്റുകൊണ്ടല്ലേ. ഉമ്മല്ലേ ഞാൻ ഉണ്ടായിട്ടും വേറെ ഒരാളുടെ കൂടെ പോകാൻ മിണ്ടി പോവരുത്. പലപ്പോഴും ഇതിങ്ങനെ പുട്ടിന് തേങ്ങട്ടാരി പറയണ്ട, എനിക്കറിയാം. ഉമ്മ വെറുതെ എന്താ നിങ്ങൾ തന്തന്നെ ഒക്കെ വിളിക്കണത്? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഒന്ന് പോടി അവിടുന്ന്, എൻ്റെ കൺമുമ്പെന്ന് അടിച്ചെന്നെ പല്ലാൻ കൊയ്ക്കും എന്ന് പറഞ്ഞിട്ട് അതാ ശക്തമായ റാഹില മോളെ തല്ലുവാൻ വേണ്ടി പിന്നാലെ ഓടുമ്പോൾ സമീർ അത് തടഞ്ഞു. ഇത്താത്ത വേണ്ട. എന്തിനാ കുട്ടിയെ തല്ലുന്നത്? ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇജാനടുക്ക് വളം വെച്ച് കൊടുക്കണത്? അതെ, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ടട്ടോ. നിങ്ങൾ രണ്ടാളൊരു കൂട്ടേക്കണിപ്പോ. ഞാൻ ശ്രദ്ധിക്കലൊടുങ്ങിക്കണിപ്പോ. എപ്പോഴും അമ്മായി അമ്മായി തന്നുകൊണ്ടൊരു കൊഞ്ചലും. അമ്മായി പാവം. ഇത്താത്ത മോളെ തല്ലണ്ട. എന്നെ വേണേ തല്ലിക്കോളി നിങ്ങള്. മോളങ്ങൾ തല്ലണ്ട, ഓള് പാവാണ്. ഒന്നും പോയി തന്നെടി. എൻ്റെ പണിയാണ് എന്നെ വിളിച്ചെടുത്തി ഇങ്ങോട്ട്. വീട്ടിലത്തെ പണിക്ക് കരുതി വിളിച്ചെടുത്തിയതാ. ഇപ്പോൾ വലിയ ആളേക്കണം അമ്മായും മോളും കൂടി. എന്താ സ്നേഹം. ആ ചായപ്പിൽ കിടന്നു വന്നപ്പോൾ എന്നോട് ചോദിക്കണോള്, അമ്മായിക്ക് പേടിയാവൂലേ? പാമ്പ് വരൂലേ? അത് വരൂലേ? ഇത് വരൂലേ? എന്ത്? എന്നെ കണ്ട പാമ്പ് പേടിച്ചോടും. അതാണ് സാധനം. ഇത്താത്ത ആ കുട്ടിൻ്റെ മനസ്സിലത്തെ എന്ത് വേദന? പെറ്റ തള്ളനോടില്ലാത്ത വേദന അന്നോടല്ലേ? ഇത്താത്ത നമ്മളെ ഉമ്മമാരെ സ്നേഹിക്കുമ്പോഴാണ് നമ്മളെ മക്കളും നമ്മെ സ്നേഹിക്കുള്ളൂ. ഇനിയിപ്പോൾ അത് പറഞ്ഞോ. ഞാൻ എൻ്റെ തള്ളനെ നോക്കാനൊക്കെ നോക്കിക്കണം. എന്നൊരു ജായ സ്വഭാവമാണ്. അതാണ് എനിക്ക് തീരെ പോതില്ല. തള്ളാണെന്ന് മരിച്ചിരുന്നില്ല, കുയ്യൊക്കെ കാലിട്ടിരിക്കുകയാണ്. ഇത്രേ ദിവസമായി അങ്ങനെ സുഖമില്ല നിൽക്കണ്. ഒന്നുകൊണ്ട് മറ്റുള്ളൊരു ആക്സിഡൻ്റ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ മരിച്ചു പോണേ. ഇങ്ങനത്തെ വയസ്സായാലും നിന്ന് എന്തെങ്കിലും ആവും. മനുഷ്യനെ ഇടങ്ങാറ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കൊടുന്നതും. ഇത്താത്ത അങ്ങനൊന്നും പറയല്ലേ. അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന റൂഹിൻ്റെ ശ്വാസം അത് എത്ര ഉണ്ടാവും, അതിനനുസരിച്ച് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. വയസ്സായാലേ അങ്ങനെ ഒരിക്കലും പറയരുത്. നമ്മളൊരു ഓവചാലിലേക്ക് വലിച്ചിട്ടാൽ പോലും മരിക്കണം എന്ന് നമ്മൾ പറയരുത്. അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു കണക്കുണ്ട്. അതിനനുസരിച്ച് മതി. എൻ്റെ വയറ് എപ്പോഴൊരു വയറിളർച്ചില്ല. കുറച്ച് വിവരം കൂടി തന്നെ എനിക്ക്. കൂടിയിട്ട് തന്നെ കുട്ടികളില്ലാതെ അങ്ങനെ നരകിക്കേണ്ടി വന്നതും. ഇവിടെ കഴിഞ്ഞോ തളയെ നോക്കി. അല്ല, എന്നെക്കൊണ്ട് കഴിയൊന്നുമില്ല. ഞാൻ വേറെ എന്തേ ജോലിക്ക് പോണ്. റാഹിലയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും അവൾ ഒരു നിമിഷം കരഞ്ഞുപോയി. പുത്തൻ വീട് തറവാട്ടിലേക്ക് പോയാൽ ഇതൊന്നും കേൾക്കണ്ട. അത് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. എന്നാലും പൈസ കിട്ടിയല്ലോ, അതും വലിയ ഇത്. എങ്ങനെയാണ് അവ കിട്ടിയത് എനിക്കറിയണില്ല റബ്ബേ. ബാഗിലില്ലായിരുന്നു പൈസ, അത് എടുത്ത് പോയിക്കണ്. പിന്നെയാണ് ആ മോൾ എന്നെ വിളിച്ചത്. എന്താ സംഭവം എനിക്കറിയില്ല റബ്ബേ. ഒരു പക്ഷേ ആ കുട്ടിയുടെ ഉമ്മയെ കുറ്റപ്പെടുത്തണമെന്ന് കരുതിയിട്ടോ എന്തായാലും എൻ്റെ ഫോണും കാണാനില്ല, ഒന്നും കാണാനില്ല. ഇനി ഇവിടെ നിന്നാൽ ഇവരെല്ലാവരും എന്നെയും തല്ലിക്കൊല്ലും. പക്ഷെ ഉമ്മാൻ്റെ അസുഖം മാറി നടന്നിട്ട് എനിക്ക് പോവായിരുന്നു. എനിക്ക് ഇവിടെ പാവൻ്റെ നുസൈബ എന്തായി നാവോ ഒന്ന് വിളിച്ച് വിവരറിയാൻ പോലും കഴിയണില്ല. ഉമ്മ ഐഷുമ്മ എന്നെ അത്ര ഇത് സ്നേഹിച്ചൊരു ഉമ്മയായിരുന്നത്. ആ ഉമ്മാൻ്റെ സ്ഥിതി എന്താവും റബ്ബേ റഹ്മാനെ. ഞാൻ എത്തിയിട്ട് പ്രസവമൊക്കെ മതി റബ്ബേ. എനിക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. നാളെയാണ് തൻ്റെ ഭർത്താവിൻ്റെ 2ാം വിവാഹം. അതെ,
അവളെ കൂട്ടിക്കൊണ്ടുവരികയാണത്രേ. നിക്കാഹ് കഴിച്ച് സമീറ വിതുമ്പിപ്പോയി. ആയിക്കോട്ടല്ല, എന്നോട് സ്നേഹമില്ലാത്ത മനുഷ്യനാണ്. അങ്ങനൊക്കെ ആയിക്കോട്ടെ, ഒന്നും കുഴപ്പമില്ല. എന്തായാലും ഉമ്മാനെ നോക്കിയാൽ മതി. ഏതൊരു പെണ്ണും ഒരിക്കൽ പോലും മനസ്സിൽ ആഗ്രഹിക്കാത്ത സംഭവമാണത്. അത് തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുക എന്നുള്ളത്. എന്നാൽ ഈ നാസർ എന്ന ദുഷ്ടനായ ആളെക്കുറിച്ച് അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ പെണ്ണിനെയാണ് ഓർക്കുന്നത്. ആ പെണ്ണ് കഷ്ടപ്പെടും എന്നുള്ളത്. കാരണം ഇവരുടെ സ്വഭാവം അങ്ങനെയാണ്. ഇവരുടെ വീട്ടിലെത്തി കിട്ടി എല്ലാവരും കഷ്ടപ്പെടും. അതാണ് പഠിച്ചോനെ, എനിക്ക് ഭർത്താവിന് വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കണം നല്ലത്. അങ്ങനെ ഒരു ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് തല്ലും കുത്തും കൊള്ളണക്കാലം എത്രയോ നല്ലതാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. എന്നാൽ ഇനി കയറി വരാൻ പോണ ആ പെണ്ണ് എന്താ സ്ഥിതിയാവോ അറിയില്ല. അന്ന് വൈകുന്നേരം ഉമ്മ ഞാൻ പോയിട്ട് വരാട്ടോ, ഉമ്മൻ്റെ ഗുളിക വാങ്ങി വരാം. മോൾട്ടി പോയെന്നില്ലേ? ആ അമ്മായി. മോൾട്ടി എങ്ങോട്ടാ? റാഹിലിയുടെ ചോദ്യം. ഞങ്ങൾ ഉമ്മമ്മാൻ്റെ ഗുളിക വാങ്ങാൻ പോവാണ്. മോൾട്ടി പോവണ്ട. ഓളെ കൂടെ ഇപ്പോൾ നടക്കണത്, അങ്ങനെ ഇങ്ങനെ നടക്കണോളെ കൂടെ. ഉമ്മ എന്താ നിങ്ങൾ പറയണത് അമ്മായിനെ കുറിച്ച്? അമ്മായി നല്ലൊരു പെണ്ണല്ലേ, നല്ല ഇത്താത്തയല്ലേ? നല്ലത്. ഇനി കാണാം പൊടി പൂരം. ഓള് മെഡിക്കൽ ഷോപ്പിൽ എത്തും, മരുന്ന് വാങ്ങും, ബാഗിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കാൻ നോക്കുമ്പോഴേ പൈസ കിട്ടൂല. ഓള് മരുന്നൊക്കെ തിരിച്ചു കൊടുത്ത് നാണം കഴിയേണ്ട അവസ്ഥ വരും. ഇപ്പം തന്നെ ഇത്താത്താക്ക് വിളിക്കട്ടെ. ഹലോ, ആ റാഹില. ഇത്താത്ത, നമ്മളെ നാത്തൂനുണ്ടല്ലോ, വലിയ നാത്തൂന് മരുന്നിന് വയ്ക്കണം. മരുന്നിനോ? ഉമ്മാക്ക് മരുന്നിന് വയ്ക്കല്ലേ? ഉമ്മാക്ക് മരുന്നിന് പോയിട്ട് ഞാൻ എന്ത് വിചാരിക്കണമെന്നോ, ഇമ്മ വേണ്ട തട്ടിപ്പോയി ഉമ്മാൻ്റെ പേരിൽ കുറച്ച് സ്ഥലമുണ്ട്. ആകെ ഒരു 5 സെൻറ്റേറ്റേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ വില എത്ര എനിക്കറിയോ? നല്ല വിലയാണ്, 4-5 ലക്ഷമാണ്. ഞമ്മക്കിപ്പോൾ ആ സ്ഥലം കിട്ടിയാലും പോരെ? എൻ്റെ പൊന്നാര റായിലേജ് കുറേ ദിവസമായി അത് പറയണത്. ഉമ്മ മരിച്ചിട്ട് അതൊക്കെ കിട്ടുള്ളൂ നമുക്ക്. ഞാൻ എങ്ങനെയെങ്കിലും അതിന് എന്തെങ്കിലും കാട്ടാൻ നിൽക്കുമ്പോൾ ഇവര് വന്ന് മരുന്നും ഗുളികയും കൊടുക്കാൻ കാത്തിക്കണം. ഞാൻ അങ്ങനെ നേരത്തിന് വെള്ളം പറ്റൊന്നും കൊടുക്കൂല, ഗുളികയും കൊടുക്കൂല. മാണി എടുത്ത് കുടിച്ചോട്ടെ നിൽക്കും. അതെ, നാത്തൂന് ഇപ്പം എന്തെങ്കിലും വിളിക്കാൻ ചാൻസ് ഉണ്ട്. അതെ, പൈസ ഒന്നും ഇല്ലാതെ മരുന്നിന് പോയിക്കണ ഓല വിചാരം ഫ്രീ ആയി മരുന്ന് കിട്ടുന്ന. ഞമ്മക്ക് കാണാം. നാത്തൂൻ്റെ വിളിക്ക് വേണ്ടി അവർ കാത്തിരുന്നു. അതെ, ഫോണും കൊണ്ടുപോയിട്ടൊന്നുമില്ല. അവിടുന്ന് ഏതെങ്കിലും നമ്പർ നിന്ന് വിളിച്ച് കിട്ടി. ഞാൻ ആരോടെയും കടം വാങ്ങേ ആകെ നാണം കെടും. എൻ്റെ മോളിപ്പേ ഓളപ്പാണ് കൂടിയിക്കണ്. എല്ലാത്തിനും ഓളപ്പാണ്. ഞാൻ പറയും എൻ്റെ പെറ്റ് തള്ള ഞാനാണ് അയച്ച് മറക്കണ്ടാന്ന്. അപ്പോൾ പറയും അമ്മായി പാവാണ്. എന്താന്നില്ല, നടക്കട്ടെ അങ്ങോട്ട്. ഏതായാലും ഇന്നൊരു രസം നടക്കും. ശരിക്കും എനിക്കത് കാണാൻ പൂജയുണ്ട്. ആൾക്കാരുടെ ഇടയിലിട്ട് വഷളാകണത്, ബാഗ് തപ്പിയിട്ട് പൈസ കിട്ടാതാണത്, അതൊന്ന് കാണണം. ഷെറീനയും റാഹിലയും അത് പറഞ്ഞ് ചിരിക്കുകയാണ്. നല്ല ദേക്കാരം കാണാൻ. എന്താന്നില്ലേ, ആൾക്കാരുടെ ഇട്ടൊന്ന് വഷളാവും വേണം. കുറച്ചേറെയാണ്. എന്താന്നില്ലേ, അവളുടെ ബാഗിൽ പണമെടുത്ത് ഞാൻ മന്തി തട്ടി എന്നൊന്നും ഷെറീനയോട് പറഞ്ഞില്ല. ഇനിയിപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഷെയർ ഓള് ചോദിക്കും. അത് അതിനേക്കാളും വലിയത്. കാത്തിരുന്ന് കാണാം എന്തൊക്കെയാവും എന്നുള്ളത്. ഇപ്പം വരും മരുന്നില്ലാതെ. അപ്പം ഉമ്മാൻ്റെയൊക്കെ ഒന്ന് ചീത്ത കേൾക്കണ കാണണം. അതേ ഉമ്മ, നേരെ അതാ റാഹില ഉമ്മയുടെ അരികിലേക്ക്. എന്തേ? നിങ്ങളെ മരുവള് ഗുളിക ആക്കാൻ വയ്ക്കണല്ലേ? എപ്പോൾ ഗുളിക ആയിട്ട് വരും, നിങ്ങൾ കാത്തിരുന്നോളെ. എന്തേ? ഓളൻ എന്നോട് പറഞ്ഞതാണ് മരുന്ന് കഴിഞ്ഞു വന്നപ്പോൾ നിങ്ങളാരും എനിക്ക് കൊടന്നു തരില്ലല്ലോ. എനിക്ക് കൊടന്നു തരില്ല. ഓളെങ്കിലും ഒന്ന് കൊടന്ന് ഞാൻ കുടിച്ചോട്ടെ. എനിക്ക് തീരെ വയ്ക്കണില്ല. നിങ്ങളിങ്ങനെ ഗുളി കുടിച്ചാൽ നിന്നോളി. നിങ്ങൾക്ക് മരിച്ചു പോകണമെന്നുള്ള ചിന്തയൊന്നുമില്ലേ? എന്നും ഗുളി കുടിച്ച് വിചാരിച്ചിക്കാണ്ട് എന്നും ജീവിക്കൊന്നുമില്ല. നോക്കാനും ഇവിടെ ആളുമില്ല. നിങ്ങളെ ഞാൻ പറയണില്ല. നിങ്ങളെ പേരിലുള്ള സ്ഥലം മക്കളെ പേരിലാണ് ആക്കി കൊടുത്താളി വേഗം. നിങ്ങൾക്ക് ആകെ 3 മക്കളിലുള്ളത്. ഒരു സെൻറ്റിന് 5 ലക്ഷം 6 ലക്ഷമാണ്. ആകെ നിങ്ങൾക്ക് 5 സെൻറ്റ് ആണെങ്കിലും അത് കണക്കാക്കി ഇപ്പം തന്നെ എഴുതി കൊടുത്തുകൂടെ നിങ്ങൾക്ക്? ആ ഉമ്മ ദയനീയമായി റാഹിലയുടെ മുഖത്തേക്ക് നോക്കി. ആടി, നിങ്ങൾക്ക് എൻ്റെ സ്വത്തും മുതലും വേണം. നിങ്ങൾക്ക് എന്നെ നോക്കാനാവൂല അല്ലേ? നിങ്ങൾക്ക് അതാണ് വേണ്ടിയത്. അതിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കണത് അല്ലേ? പൊന്നാരം മങ്ങൾ കുയ്യിക്ക് കാല് നീട്ടിരിക്കല്ലേ? പിന്നെ ഇനിയിപ്പോൾ എന്നാ അതൊക്കെ ആങ്ങളാരെ മക്കളായിട്ട് കൊണ്ടുപോകും. അതാണ് എനിക്ക് പേടി. അങ്ങനെയാണെങ്കിൽ ഓളെ കൊണ്ടുപോയിക്കോട്ടെ. എൻ്റെ മക്കൾ 3 എന്നെ നോക്കിയിട്ടുമില്ല, ഞാൻ പറഞ്ഞ് കേട്ടിട്ടുമില്ല. പിന്നെ എൻ്റെ സമീറാണ് ഉള്ളത്, എനിക്ക് തുള്ളി വെള്ളം തരുന്നതും അതും. അതേ, നിങ്ങളിനി ഓരോന്ന് ആലോചിച്ച് വേറൊന്നും ഉണ്ടാക്കണ്ട. ഒരിക്കലും സമീർ നിങ്ങളെ മോളല്ല, നിങ്ങളെ മോനെ ഒഴിവാക്കാൻ നിൽക്കണ മരുവളാണ്. മനസ്സിലായിക്കോളി. ഉമ്മ കണ്ണുനീർ വാർത്തു.
കള്ള കണ്ണീര് കണ്ടാങ്കണ്ടയിൽ വീണ് പോവും. സമീറ നിങ്ങളെ സോപ്പിട്ടെടുത്തന്നെ പോലെ ആർക്കാ അതിന് കഴിയണ്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ ഒരു വിളി കേൾക്കുന്നു. ഉമ്മാ ഉമ്മാ. വഷളായി വരികയായിരിക്കും. പൈസ ഒന്നും ഇല്ലാതെ വഷളായി വരുന്നുണ്ടാവും. എങ്ങനെ പൈസ ഒക്കെ ഞാൻ അടുത്ത് മാറ്റിയില്ലേ. ഉമ്മാ തുറക്ക. നേരെ റാഹില വാതിൽ തുറക്കുവാൻ അടുക്കളയുടെ ഭാഗത്തേക്ക് പോകുന്നു. ഇൻഷാ അല്ലാ ഇതിന്റെ ബാക്കി നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.